സാന്ത്വനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രനെ സാരി ഉടുപ്പിക്കാൻ ഫോണിലൂടെ നോക്കി നോക്കി ഗോമതിയുടെ കൈ കഴിക്കാനല്ലാണ്ട് മിത്ര പഠിക്കുന്നതായിട്ട് ലക്ഷണവും കാണുന്നില്ല. എന്തായാലും ഗോമതിക്കും മതിയായി. കാരണം മിത്രയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവാതെ മീനാക്ഷി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, ആര്യനോട് പറയുക, ആര്യന് ഒരു പക്ഷേ അറിയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മിത്ര സാരിയുമായിട്ട് ആര്യൻ്റെ എത്തിക്കലും ആര്യൻ ശരിക്കും ആട്ടി ഓടിക്കുന്നു ചെയ്യുക. കാരണം എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ സാരി ഉടുപ്പിച്ച് തരാൻ, എനിക്കതല്ല പെണ്ണുങ്ങളുടെ പണിയൊന്നുമല്ല എനിക്കെന്നൊക്കെ പറഞ്ഞ് ആര്യൻ പരിഹസിക്കും. എന്തായാലും വാങ്ങിപ്പോയില്ലേ, എനിക്കാണെങ്കിൽ ഇത് ഉടുത്ത് പോകാൻ ആഗ്രഹമുണ്ട്, എൻ്റെ ഭർത്താവ് വാങ്ങി തന്നതല്ലേ, എനിക്കിത് ഉടുക്കണം, പ്ലീസ് ആര്യ ഒന്ന് സഹായിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മിത്രയ്ക്ക് സാരി കൊടുക്കണ ആര്യൻ മനസ്സോടെയാണെങ്കിലും ശരിക്കും കറക്റ്റ് പെണ്ണുങ്ങൾ ഉടുപ്പിച്ച് കൊടുക്കണ പോലെ തന്നെ ഞെറിഞ്ഞൊക്കെ കുത്തി, അതുപോലെ തന്നെ ഫ്ലീറ്റൊക്കെ നല്ല ഭംഗിയിലെടുത്ത് പിൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് മിത്രയും ആര്യനും കൂടെ കോളേജിലേക്കൊക്കെ പോകുന്നത്. ഭയങ്കര സന്തോഷമാണ് മിത്രയ്ക്ക്. ആര്യൻ അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അച്യുതൻ നമ്മുടെ ബാലനെ തല്ലാൻ വേണ്ടിയിട്ട് ഒരു പണി കൊടുക്കാൻ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നുണ്ട്. അലോകിൻ്റെയും കൂടി അനുവാദത്തോടും കൂടിയാണ് അത് ചെയ്യുന്നത്. അവൻ്റെ ആവശ്യപ്രകാരം അവൻ അടുപ്പമുള്ള ആൾക്കാരായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ബാലൻ ജോലിക്ക് കടയിലേക്ക് പോണ സമയത്താണ് ഇങ്ങനെ വന്നതും ഉപദ്രവിക്കാനൊക്കെ നോക്കുന്നതും. ആ സമയത്ത് മിത്രനെയും കൊണ്ട് കോളേജിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു നമ്മുടെ അച്ഛന് ഇങ്ങനെ ഒരു അപകടം പറ്റുന്നത് ആര്യൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആര്യൻ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അച്ഛനെ ഇന്ന് തല്ലണേന്ന് കണ്ടപ്പോൾ രക്ഷപ്പെടുത്താൻ ഓടണം. അവിടെയും നമ്മുടെ ബാലന് കാവലായി തന്നെ ആര്യനുണ്ട്. അങ്ങനെ ആര്യൻ അവരൊക്കെ ആ ദേഷ്യത്തിന് തല്ലി ശരിപ്പെടുത്തണൊക്കെ ഉണ്ട്. അപ്പോൾ ബാലൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കണമെന്നില്ല. ആ സമയത്ത് തന്നെ നമ്മുടെ മിത്രനെ പിടിച്ച് ഉന്തുന്നുണ്ട് അച്യുതൻ. അച്യുതൻ പിടിച്ച് ഉന്തും അങ്ങനെ മിത്രയെ ശരിക്കും ചെന്ന് വീഴണൊക്കെ ഉണ്ട്. നമ്മുടെ മിത്രയ്ക്കും ആര്യനും അപകടം ഉണ്ടാക്കാനുള്ള എന്തോ പണി ഇവർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നന്ദിത നമ്മുടെ മിത്രയുടെ അച്ഛൻ, അതായത് അനന്തവർമ്മനെ അറിയിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അനന്തവർമ്മയും ആ സമയത്ത് അവിടേക്ക് എത്തുന്നുണ്ട്. കാരണം ഇനി എന്തെങ്കിലും ബാലനായാലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവർക്ക് ദോഷം ചെയ്യുന്നു മനസ്സിലായിരുന്നു. ആര്യൻ അവരിൽ നിന്ന് ഒരുപാട് അകന്ന് പോകുന്നറിയാം മിത്രയായിട്ട്. അതുകൊണ്ട് തന്നെയാണ് അനന്തവർമ്മ കൂടെ ചെല്ലുന്നതും. അങ്ങനെ മിത്ര ശരിക്കും ചെറിയച്ഛനെ തടയാൻ ശ്രമിക്കുമ്പോൾ പിടിച്ചുന്താണ് ചെയ്യുന്നത് അയാൾ മിത്രനെ. അത് കണ്ടാണ് നമ്മൾ അനന്തവർമ്മ വരുന്നത്. അനന്തവർമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അനന്തവർമ്മ അച്യുതനോട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മോളെ തൊട്ടിട്ടുണ്ടെങ്കിൽ വിവരം അറിയുന്നീ, അവൾ ചെയ്ത തെറ്റിന് അവൾ ശിക്ഷ അനുഭവിച്ചോളൂ, നീ അവളെ ശിക്ഷിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ എനിക്കറിയാം ശിക്ഷിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇനി മേലിൽ ആര്യനെയോ അതുപോലെ തന്നെ ബാലനെയോ മിത്രനെ ആരും നീ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ അനന്തവർമ്മയുടെ ആ ഭാവം നമ്മുടെ അച്യുതവർമ്മയ്ക്ക് ആകെ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. കാരണം ചേട്ടൻ അനിയൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു. അതുപോലെ തന്നെ ചേട്ടൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന അനിയനായിരുന്നു. പക്ഷെ ഇവിടെ എന്തോ മറിമായം സംഭവിച്ചിരിക്കുന്നു. അത് ഏട്ടത്തിയുടെ ഓതിക്കൊടുക്കൽ കാരണമാണെന്നാണ് അയാൾ പറയുന്നത്. എന്തായാലും ചേട്ടൻ്റെ അനിയനും ചേട്ടത്തിയും അനിയത്തിയും രണ്ടും രണ്ടാവുന്നുണ്ട് കൃഷ്ണമംഗലത്ത്.